ബീച്ച് സ്വിമ്മിംഗ് ക്ലബിന്റെ 4ാമത് വാർഷിക പൊതുയോഗം സ്വിമ്മിംഗ് ക്ലബ് പ്രസിഡന്റ് ടി.ഡി. രാജീവിന്റെ അധ്യക്ഷതയിൽ ചെറായി കോവിലങ്ങൽ ക്ഷേത്രത്തിനു സമീപമുള്ള ഈഴവ സമാജം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ഈശ്വര പ്രാർത്ഥനയോടെ യോഗം ആരംഭിച്ചു. സെക്രട്ടറി അബ്ദുൾ അഫ്സൽ സ്വാഗതം ആശംസിച്ചു. വെള്ളത്തിൽ വീണുള്ള മുങ്ങിമരണങ്ങൾ എങ്ങനെ ചെറുക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസും നീന്തൽ എന്ന കായിക വിനോദത്തിന്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് ക്ലബ് മെമ്പറും നാഷണൽ സ്വിമ്മറുമായ ഷൈലൻ സുബ്രഹ്മണ്യൻ സംസാരിച്ചു. മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്ത സീനിയർ താരങ്ങളെയും ക്ലബിന്റെ പരിശീലനം പൂർത്തിയാക്കി സ്റ്റേറ്റ് തലത്തിൽ മത്സരിച്ച കുട്ടികളെയും ടീം കോച്ചിനെയും ആദരിക്കുകയുണ്ടായി. ക്ലബിന്റെ രക്ഷാധികാരിയും സീനിയർ മെമ്പറുമായ ശ്രീ പുഷ്പനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ട്രഷറർ ബാബു കൊണ്ടനാട് റിപ്പോർട്ടും കണക്ക് അവതരിപ്പിച്ചു. കുട്ടികളുടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മുൻതൂക്കം നൽകണമെന്ന ചർച്ചയിൽ തീരുമാനിച്ചു. വൈസ് പ്രസിഡന്റ് ബിനീഷ് കെ.ബി. നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു. ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 2 വർഷമായി. 1 വർഷത്തോളമായി ഞാൻ ഇതിൻ്റെ ചാർജ് ഏറ്റെടുത്തിട്ട്. അപ്പം അതിൽ നമ്മളിപ്പോൾ മൊത്തം 37 അംഗങ്ങൾ നമ്മളുടെ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കുറച്ച് പേര് പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട്. നമ്മളുടെ ആകെ മൊത്തം അംഗങ്ങളുടെ വരുമാനം എല്ലാവരും 21,200 രൂപ ഉണ്ട്. പിന്നെ നമുക്ക് ക്ലബിന് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് പുറത്തുനിന്ന് കുറച്ച് സംഭാവനകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതൊരു 5,150 രൂപ. കുട്ടികളുടെ ഫീസ് ഇനത്തിൽ 60,500 രൂപ നമുക്ക് ഫീസ് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നമുക്ക് ഇനി വന്നാക്കുന്ന ചിലവുകൾ എന്ന് പറയാനായിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ കുളമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് നമ്മൾ ചെറിയൊരു സംഭാവന ഒരു 2,000 രൂപ നമ്മൾ അമ്പലത്തിന് സംഭാവനയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്ക് രജിസ്ട്രേഷൻ പുതുക്കൽ അങ്ങനെ കുറച്ച് അല്ലാതുള്ള ചിലവുകൾ വന്നിട്ടുണ്ട്. അത് 14,805 രൂപ ആണ് ആ ചിലവായാക്കുന്ന സംഖ്യ. കൂടാതെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു സാറിന് ഇത് ചെയ്തിട്ടുണ്ട്. സാറിന് ചെറിയൊരു ഫീസ് നമ്മൾ കൊടുത്തിരുന്നു. അതൊരു 6 മാസം നമ്മളൊരു 60,000 രൂപ സാറിന് ഫീസ് കൊടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് വരവ് 89,850 രൂപ. അതിൽ ചിലവായാക്കുന്ന സംഖ്യ 76,805 രൂപ. ബാലൻസ് നീക്കിയിരിപ്പ് തുക 13,045 രൂപ. എനിക്ക് സ്വിമ്മിംഗ് ക്ലബിന് നന്ദി പറയുന്നു. എനിക്ക് സ്വിമ്മിംഗ് മാസ്റ്റേഴ്സ് മീറ്റിൽ ബട്ടർഫ്ലൈ സ്ട്രോയിൽ വെള്ളി മെഡൽ കിട്ടി. 100 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ ഗോൾഡ്. പിന്നെ 200 മീറ്റർ ബ്രഷ് സ്ട്രോക്കിൽ സെക്കൻഡ് വെള്ളി. നമ്മുടെ രക്ഷാധികാരിയായ പുഷ്പൻ ചേട്ടനാണ് ആദ്യം ഒരു ആദരവ് കൊടുക്കണം. അപ്പോൾ ആദരിക്കാൻ നമ്മുടെ ക്ലബ് പ്രസിഡന്റ് രാജീവേട്ടനെ ക്ഷണിക്കണം. എന്താ പറയുക, നമ്മുടെ ഒരു ഹരമാക്കി എടുത്ത് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവരും ഈ വീട്ടിലുള്ള നമ്മുടെ മക്കളും അല്ലെങ്കിൽ ഫാമിലിയുള്ള എല്ലാ പിള്ളേരെയും അതിലേക്ക് വരുത്താൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവർക്കും ആ ഭാവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കും. ക്ലബിനെ സംബന്ധിച്ച് 4ാമത്തെ വാർഷിക പൊതുയോഗം കൊണ്ടാടുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം 4 വർഷം നമ്മൾ ഇത് മറികടന്ന് വന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം വകഞ്ഞു മാറ്റി ആ ഓളപ്പുറത്തിലൂടെ നീന്തി പോരാൻ പറ്റിയ നമ്മുടെ ക്ലബിനെ സംബന്ധിച്ചൊരു മഹത്തായ നേട്ടം തന്നെയാണ്. അപ്പോൾ ഇനിയും തുടർന്ന് ഇപ്പോൾ ഈ ലഹരിയുടെയൊക്കെ മാരകമായ വിധത്തിലേക്കുള്ള യുവാക്കളൊക്കെ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരു കെട്ടറപ്പോടുകൂടി ഇവരൊക്കെ നയിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ മാത്രം നമ്മുടെ മുന്നിൽ നേടിയെടുക്കാനുള്ളുണ്ട്. അപ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികളെ തുടങ്ങി എല്ലാവരും ഇതിലേക്ക് വന്ന് നമ്മുടെ എല്ലാ മെമ്പർമാരും നീന്തി നല്ലൊരു നിലവാരത്തിലേക്ക് കയറിപ്പോകണം. നമ്മുടെ ക്ലബ്ബ് അതോടൊപ്പം നമുക്ക് എല്ലാവരും കൈ ചേർത്ത് പിടിച്ച് ക്ലബിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ ഇതിനകത്ത് ചേർന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ എല്ലാവരും ആശംസകൾ. പുതുവത്തിൽ എത്തിയ എല്ലാവർക്കും എൻ്റെ ആശംസകൾ നേരുന്നു. കൂടാതെ എന്നെക്കുറിച്ച് പറഞ്ഞല്ല, ഞാനും സ്വിമ്മിങ് എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാൻ വന്നതാണ്. ആക്ച്വലി ഞാൻ നേവൽ ബേസിൽ ജോലിയുള്ള ആളാണ്. പക്ഷേ എനിക്കൊരു 50 മീറ്റർ നീന്തിയാലേ ജോലിക്ക് കയറാൻ പറ്റുള്ളൂ. 50 മീറ്റർ തല്ലിക്ക് വെച്ച് നീന്തി ജോലിക്ക് കയറിയ ആളാണ് ഞാൻ ടെക്നിക്കൽ ഫീൽഡാണ്. ഞങ്ങൾക്ക് 50 മീറ്റർ നീന്താൻ മാത്രം മതി. എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് നീന്തലിൻ്റെ വലിയ ആവശ്യം വരില്ല. എങ്കിലും 50 മീറ്റർ നീന്താൻ കുറച്ച് ഫ്ലോട്ടിങ് ഉണ്ട്. അത് കഷ്ടി നീന്തി കയറി പിന്നെ മാർക്കോടെ നേവൽ ബേസിൽ കയറിയ ഒരാളാണ് ഞാൻ. ഈ അടുത്താണ് പിള്ളേരെ പഠിക്കാൻ വന്നപ്പോൾ എനിക്കൊരു അവസരം കിട്ടി. ഞാനും ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം എനിക്ക് നല്ലൊരു തല്ലിപ്പഴി നീന്താൻ അറിയാമെന്നല്ലാണ്ട് അപ്പുറത്തോട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഞാനും പഠിക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ കുട്ടികളും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്പലക്കുളത്തിൽ വെള്ളം വന്നില്ല. അടുത്ത വർഷം വെള്ളം കൂടാൻ വരും.
അപ്പോൾ പറയാനുള്ളത് ഇത് ഈ ക്ലബ്ബ്, ഈ സംഘടന ഈ നാടിൻ്റെ വലിയൊരു ആവശ്യകതയാണ്. ആ ആവശ്യകത എല്ലാവരും മനസ്സിലാക്കി നമ്മൾ സഹകരിച്ചാൽ ഈ പള്ളിപ്പുറം മേഖലയിൽ ഏറ്റവും നല്ലൊരു ക്ലബ്ബാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതിനുള്ള എല്ലാ കഴിവും ഇന്നിരിക്കുന്ന ഇതിൻ്റെ നേതൃത്വത്തിനുണ്ട്. അവർക്കെല്ലാം നല്ല ദീർഘവീക്ഷണവും നല്ല വിശ്വാസവും ആത്മചിന്തയും ഒക്കെ അവർക്കുണ്ട്, നല്ല ആസൂത്രണവും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ അവർക്കുള്ള ശക്തിയും ഊർജ്ജം കൊടുക്കേണ്ടത് നമ്മളെപ്പോലുള്ള അംഗങ്ങളാണ്. ഈ നാട്ടുകാരും നമ്മളെപ്പോലെ സാധാരണ അംഗങ്ങളാണ്. അവർക്ക് എല്ലാവിധ ഊർജ്ജങ്ങളും ഇനിയും പലതരം മത്സരങ്ങളിൽ നല്ല ജില്ലാതലത്തിലാകട്ടെ, ഉപജില്ലയിലാകട്ടെ, സ്റ്റേറ്റിലാകട്ടെ, നാഷണൽ ലെവലിൽ പോകാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയട്ടെ. അതിനുള്ള എല്ലാ കഴിവും ഈ സംഘടനയിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും പ്രത്യേകം ആശംസിക്കുന്നു. പിള്ളേരും വരുന്ന മക്കളും അനിയൻ്റെ മോളെ പഠിപ്പിക്കാൻ വന്നതാണ്. പിന്നെ ലാസ്റ്റ് വരുണും നീന്താനായിട്ട് പഠിക്കാൻ ഇറങ്ങി. അത് കൂടാതെ വരുണാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് രജിസ്ട്രേഷൻ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നത്. അതെന്തോരം പറഞ്ഞാലും നമുക്ക് മതിയാവില്ല, എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. വരുണെ ക്ഷണിച്ചു കൊടുക്കുന്നു. നമ്മുടെ ചെറായി സ്വിമ്മിംഗ് ക്ലബ്ബ് വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആരും പ്രാക്ടീസ് ചെയ്യാനും സഹായിക്കാനും ഒന്നും ഉണ്ടായില്ല. പക്ഷേ ചെറായി സ്വിമ്മിംഗ് ക്ലബ്ബ് ഈ വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ അതിന് മുൻകൈ എടുത്തുകൊണ്ടിരിക്കുന്ന രാജീവ് ഏട്ടനും സുനിച്ചേട്ടനും മറ്റു ബാബുച്ചേട്ടൻ മറ്റു അംഗങ്ങൾ, രക്ഷകർത്താക്കൾ ഇനിയും നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമുക്ക് കിട്ടാത്തൊരു ഇത് നമ്മുടെ വരുന്ന തലമുറക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ മാത്രമല്ല വടക്കുംപുറത്തും കുറച്ച് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ പഠിപ്പിച്ചതിന് ശേഷം വൈകിട്ട് വടക്കുംപുറത്ത് പഠിപ്പിക്കും. അവിടുത്തെ പിള്ളേരും ഇതുപോലെ നമുക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. അവിടെ ഞാൻ പുഴയിലാണ് പഠിക്കുന്നത്. കുളങ്ങളുണ്ടായി, അതൊക്കെ നശിച്ചു പോയി. സർക്കാരും മാറി വരുന്ന സർക്കാരൊന്നും ചെയ്യാതെ നമുക്ക് നല്ല കുളങ്ങൾ ഞങ്ങളുടെ പരിസരത്തുണ്ടായിരുന്നു, ചേന്നാങ്കലം പാലിയം ഭാഗത്ത്. അതെല്ലാം നശിച്ചു പോയി. പക്ഷേ ഇവിടെ നമ്മുടെ ക്ലബ്ബ് ഈ കുളങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനിയും കുട്ടികളെ നമ്മൾ കൂടുതൽ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി നല്ല കാര്യങ്ങൾ നമ്മുടെ ചെറായി സ്വിമ്മിംഗ് ക്ലബ്ബ് ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം ഇത്തരം ഒരു ക്ലബ്ബ് നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിൽ വളരെയധികം അഭിമാനമാണ്. കാര്യം ഞാനും നീന്തലിനോട് കടന്നു വരുന്ന സമയത്തൊക്കെ നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബാണ് അങ്ങനെ ഈ നീന്തൽ എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് നീന്തൽ, എൻ്റെ കാര്യം പറയാം. ഞാൻ നീന്തലിലോട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പേപ്പറിൽ ഒരു പരസ്യം കണ്ടു, പിന്നെ ജില്ലാ ക്യാമ്പിലോട്ട് സെലക്ഷൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് അന്ന് ഫെറിയായിരുന്നു വാങ്ങിയത്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു നീന്തലിൻ്റെ സെലക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് അന്ന് 70 പൈസ എന്തോന്ന് തോന്നുന്നു അവിടെ നിന്ന് പഠിക്കാശ് 87 അങ്ങനെ ആ സമയത്താണ്. ഫെറിയിൽ ഞാനങ്ങനെ വാങ്ങിയിട്ട് സ്റ്റാറിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഞാനൊരു നീല ഷർട്ട് ഒരു കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഓടി വേർത്ത് നിങ്ങൾ ചെറായി ബീച്ച് നമ്മുടെ ഇപ്പോൾ ഈ പൊയിലില്ലേ ലെഫ്റ്റ്, നമ്മൾ സ്റ്റാറിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ പൊയിലില്ലേ ചെറായി ബീച്ചിലോട്ട് ചെല്ലുമ്പോൾ, അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ സെലക്ഷനിൽ പോയി നീന്തലിൽ ഇറങ്ങുന്നത്. അപ്പോൾ എന്നോട് ഞാൻ ഓടി ചെല്ലാണ്ടപ്പോൾ കോച്ചിനോട് ചോദിച്ചു, രണ്ടുപേരും മാറിയതെന്തോ ചായ ഒന്ന് കുടിച്ചു ചോദിക്കുമ്പോൾ എന്നോട് ചോദിച്ചു എന്താ പറഞ്ഞത്, കുറേ പേരുണ്ട് അവിടെ. ഞാൻ പറഞ്ഞു സാറേ ഞാൻ നീന്തൽ സെലക്ഷന് വന്നാണ്. അപ്പോൾ നീന്തൽ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, നോർമൽ നാടൻ സ്റ്റൈലാണ് നമ്മുടെ നാടൻ സ്റ്റൈലല്ല കാടൻ സ്റ്റൈലാണ് പറയുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്ക് ഇറങ്ങി എൻ്റെ കൂടെ അവരെ ഇറക്കിയിട്ട് ഇവിടെ നീന്താൻ പറഞ്ഞു. ഞാനെന്തോ അത് തിരിച്ച് സ്പീഡിൽ നീന്തി എന്നെ അവർ സെലക്ഷൻ ചെയ്തു. എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്യാമ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കണം. ഞാൻ പറയും ശരി സാറേ ഞാൻ പങ്കെടുക്കാം. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ 400 രൂപ തോന്നും, 87 ഒന്ന് അത്ര ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അളിയൻ ഫോറസ്റ്റിലായിരുന്നു. പുള്ളിയോട് പറഞ്ഞ പുള്ളി പറഞ്ഞു അന്ന് തട്ടിപ്പം കടന്ന സമയമായിരുന്നു. അപ്പോൾ പറഞ്ഞത് ക്യാമ്പിൽ ചേരണോ, ഇത്രയും പൈസ കൊണ്ട് എന്തിനാ നീന്തൽ പഠിക്കണമെന്ന് ചോദിച്ചു. പിന്നെ പുള്ളി എന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുമോൻ സാറ് MK കുഞ്ഞുമോൻ എറണാകുളം ജില്ലയുടെ നീന്തലിൻ്റെ മെയിനാളാണ്. പുള്ളിയുടെ ഫാദർ ഖാദർ ഒരു നല്ലൊരു വ്യവസായിയാണ് പുള്ളി, നമ്മുടെ ആലുവരുന്ന പുള്ളിയാണ് ഈ നീന്തലിൻ്റെ എറണാകുളം ജില്ലയിൽ നീന്തൽ എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത പുള്ളിയാണ്. കുഞ്ഞോൻ സാറാണ് നിങ്ങളുടെ ഉദ്ഘാടനത്തിൽ വന്ന പുള്ളിയായിരിക്കും അല്ല, അന്ന് ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഇവിടെ സെലക്ഷൻ നടത്തിയിട്ട് ഇവിടെ സെലക്ഷൻ നടത്തുമ്പോൾ ഞാൻ അതിന് ശേഷം ആ ക്യാമ്പിൽ പങ്കെടുത്തതിന് ശേഷം ഞാനന്ന് SLC പാസ്സായിട്ട് SNM കോളേജ് മാലിയങ്കരയിൽ അഡ്മിഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മാർക്ക് ഞാൻ ജസ്റ്റ് പാസ്സായിരുന്നു. എനിക്കന്ന് അഡ്മിഷൻ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ഈ സ്വിമ്മിങ്ങിൽ വരുന്നത്. ഈ സ്വിമ്മിങ്ങിൽ വന്നതിന് ശേഷം ഞാൻ ആ തിരുമുപ്പം കുളത്തിലായിരുന്നു ഞങ്ങളുടെ പ്രാക്ടീസ്. ഞങ്ങളൊക്കെ അന്ന് ST അടിച്ചിട്ട് പോകുമായിരുന്നു. അത്രയും ദൂരത്തിൽ പോയിട്ട്
വീട്ടുകാരുടെ സപ്പോർട്ടായിരുന്നു, ഫുൾ സപ്പോർട്ടാണ്. കാര്യം നമ്മൾ സാമ്പത്തികമായിട്ട് വലിയ ആൾക്കാരൊന്നും ആയിരുന്നില്ല. എന്നാലും നോർമലിൽ ജീവിച്ചിരുന്ന എൻ്റെ അച്ഛൻ ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. അപ്പം അങ്ങനെ നീന്തൽ മത്സരത്തിലൊക്കെ അവിടെ നീന്തൽ പഠിക്കാൻ പോയി. അവിടെ നിന്നും എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി ഒരു എറണാകുളത്തുകാരൻ ആദ്യമായിട്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ പേരിൽ ഞാൻ പറഞ്ഞതാണ്, എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി എറണാകുളം ജില്ലയിൽ നിന്നും ഒരു ആദ്യമായിട്ട് സ്റ്റേറ്റിൽ പ്രൈസ് വാങ്ങുന്നത് ഞാനാണ്. അതിനുശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അഡ്മിഷൻ കിട്ടാത്ത കോളേജിൽ SNM കോളേജ് മാലിയങ്കരയിൽ ഞാൻ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യുകയും അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ അതിനുള്ള ഇതൊന്നുമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ 3 പേരാണ്. ഇപ്പോൾ ഒരാൾ ലൈഫ് ഗാർഡായിട്ട് അവിടെ ചെറായിലുണ്ട്. ഞങ്ങൾ 3 പേരാണ്, 2 പേര് വേറെ ഉണ്ട്. ഞങ്ങൾ 4 പേരാണ്. ഞങ്ങൾക്ക് അഡ്മിഷൻ തന്നു. അഡ്മിഷൻ ആദ്യം തരില്ലെന്ന് പറഞ്ഞ ആ കോളേജിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ തന്നതിന് ശേഷം ആ വർഷത്തെ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഞങ്ങൾ 4 പേര് പോയി പങ്കെടുത്ത സെൻറ് തോമസ് കോളേജ് പാല സ്വിമ്മിങ്ങിൻ്റെ സ്പോർട്സ് ഡിവിഷൻ കോളേജാണത്. അവരെ പരാജയപ്പെടുത്തി ഞങ്ങൾ ആ വർഷത്തെ വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പ് എടുത്ത് തോന്നി. ഞങ്ങൾ 4 പേര്, 3 പേര് ഞങ്ങൾ ജസ്റ്റ് വെള്ളത്തിൽ തുഴയാൻ കഴിയുന്നതിൽ മാത്രമേ. അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലായിരുന്നു ആ സമയത്ത്. എന്നിട്ട് അതിനുശേഷം ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങളൊക്കെ ആ സമയത്ത് സ്പോർട്സ് ഡിവിഷനിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ കോളേജിൽ നിൽക്കുള്ളൂ. അതിനുശേഷം ഞാൻ പറഞ്ഞു, എനിക്ക് അഡ്മിഷന് വേണ്ടി ഞാൻ അവരെ പുറകെ ആ കോളേജിൽ ഞാൻ പറഞ്ഞു, അടുത്ത വർഷം ഞാൻ പഠിക്കണമെങ്കിൽ എനിക്ക് ഇത്ര പേർക്ക് അഡ്മിഷൻ തരണം, 10 പേരെ ഇവിടെ പഠിപ്പിക്കണം, പഠിപ്പിച്ചാൽ മാത്രമേ ഞാൻ ഈ കോളേജിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് 10 പേർക്ക് അഡ്മിഷൻ തന്നു SNM കോളേജ് മാലിയങ്കര. ആ വർഷം സ്വിമ്മിങ് ആൻഡ് വാട്ടർ പോളോ ചാമ്പ്യൻഷിപ്പ് എടുത്ത് കൈ കൊടുക്കും SNM കോളേജ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പെരുമയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഇത് എല്ലാ ഒരു ഇതിനും നമ്മളിപ്പോൾ നിങ്ങൾ ഈ ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ, നിങ്ങളുടെ മക്കൾ എവിടെ പോയാലും, ഇന്നിപ്പോൾ ഞാൻ എവിടെ പോയാലും എനിക്ക് ആർമിയിൽ ജോലി കിട്ടിയതൊക്കെ ഈ കെയർ ഓഫിൽ തന്നെയാണ്. ഞാൻ ആ യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ നിങ്ങളുടെ മക്കളെ നമ്മൾക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നീന്തുമ്പോൾ എന്നെ പലരും പല പേരും വിളിച്ചിട്ടുണ്ട്. ഇവന് 24 മണിക്കൂറും വെള്ളത്തിലാണെന്ന് പറയാറ്. എന്നെ വാട്ടർ പോർക്കെന്ന് വിളിക്കും. കാര്യം ഞാൻ എൻ്റെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടുപള്ളിക്കാട് പുഴയിൽ ഞാൻ ചാടും. നമ്മൾ വള്ളത്തിൽ കിടക്കണല്ലേ. ഇവിടുന്ന് ചാടിയിട്ട് മാലിയങ്കര അതുവരെ ഞാൻ വാങ്ങിപ്പോയി തിരിച്ച് ഒറ്റയ്ക്ക് തന്നെയാണ് വരുന്നത്. ആരും വന്നത് ഒരു ലൈഫ് ഇതൊന്നുമില്ല. അപ്പം എന്നോട് പറയുന്നത് ഇവര് വല്ല ചത്തു പോകുന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അന്നൊക്കെ എൻ്റെ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ആയിത്തീരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രക്ഷകർത്താക്കൾ, നിങ്ങൾ ചെറായി ബീച്ച് സ്വിമ്മിംഗ് ക്ലബ്ബിലെ എല്ലാവരും ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ കാര്യം അറിയാം. എനിക്ക് ഭയങ്കര അഭിമാനം തോന്നും. കാര്യം രാജീവേട്ടൻ, പിന്നെ ബാബു ചേട്ടൻ, പിന്നെ ബെനീഷ്, ഇവരൊക്കെ നാഷണൽ മത്സരത്തിന് സ്റ്റേറ്റ് മത്സരത്തിനൊക്കെ വരാനായിട്ട് ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് കാണിക്കുന്നത് അറിയുമ്പോൾ ആദ്യമൊക്കെ വന്നിട്ട് എനിക്ക് പ്രൈസ് കിട്ടിയില്ല. അതൊക്കെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ സെക്കൻഡറി ആണത്. അത് നമുക്കിപ്പോൾ കിട്ടിയില്ല, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത് ഒരു മെഡൽ വാങ്ങി, മനസ്സിലായില്ലേ? ഇപ്പം ഇവരുടെ ആ സമയത്ത് ഇവർക്ക് ആ മത്സരത്തിൽ പോകാനുള്ള ഇൻവിറ്റേഷൻ മീറ്റ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പേരെ ചെയ്യുന്നൊരു മീറ്റാണ്. അത് ഞാൻ അവിടെ കൊണ്ടുപോയി ഇടുക്കിയിൽ. നമ്മുടെ ബേബി പുള്ളിയുടെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളാണ്. പുള്ളി ഒരു ഗെറ്റ് ടുഗദർ നടത്തുന്ന ഒരു പരിപാടിയാണ്. അത് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോയി. അതുപോലെ ഇവരൊക്കെ നിങ്ങളുടെ ഈ ക്ലബിന്റെ ഭാരവാഹികൾ സുനിച്ചേട്ടനൊക്കെ അബ്ദുൾ അബ്സറൊക്കെ ഇതിന്റെ ഈ ചുക്കായം പിടിക്കുന്നവർ നിങ്ങളുടെ മക്കളെ നിങ്ങളവരെ പ്രൊമോട്ട് ചെയ്യണം. എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു അഡ്മിഷൻ കിട്ടണമെങ്കിൽ തന്നെ കോളേജ് അഡ്മിഷൻ, എന്ത് അഡ്മിഷനും ആയിക്കോട്ടെ, ഗ്രേസ് മാർക്ക് നമുക്കുണ്ട്. ഇന്ന് ഇത്രയും മത്സരങ്ങളിൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. ഒരു MBBS അഡ്മിഷൻ ഒരു യൂണിവേഴ്സിറ്റി പ്ലെയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഗ്രേസ് മാർക്ക് ഉണ്ട്. സ്പോർട്സ് ബാൻഡുള്ള സ്പോർട്സ് കോട്ടയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെക്കുറിച്ച് ഒന്നും ആരും അറിയില്ല. നിങ്ങൾക്കറിയോ പിരപ്പങ്കോട് എന്ന സ്ഥലം, പിരപ്പങ്കോട് ട്രിവാണ്ടത്ത് പിരപ്പങ്കോട്, അവിടെ ഒരു എത്ര പേരുണ്ട് അവിടെയാണ് നീന്തലിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മത്സരങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങിയത്. കേശവൻ നായർ എന്ന് പറഞ്ഞ ആളായിരുന്നു. പുള്ളി അതിൻ്റെ കോച്ചൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെ ആദ്യം സ്വിമ്മിങ് ആയിട്ട് വന്നത്. അതിനുശേഷം ഇന്ന് പിരപ്പങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറഞ്ഞത് ഒരു 3000 പേരെങ്കിലും ഗവൺമെന്റ് എംപ്ലോയികളുണ്ട്. ഗവൺമെന്റ് എംപ്ലോയികൾ ഒരു 3000 പേരെങ്കിലും ഉണ്ടാവും. എയർഫോഴ്സ്, നേവി, സിവിൽ സർവീസ് എല്ലാത്തിലും ഒരു 3000 പേര്. കാര്യം ഒരു വീട്ടിൽ 2 പേരെങ്കിലും ജോലിയില്ലാത്ത ഒരാള് അവിടെ ഇല്ല. ഇതുപോലുള്ള കുളമാണ് നമ്മുടെ ശ്രീകൃഷ്ണ. അപ്പൊ തന്നെ മൂത്തവരുണ്ടാകും ചാടിയിട്ട്. അതുപോലെ പല സന്ദർഭങ്ങളിലും പല ആൾക്കാരും നമ്മൾ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതൊരു മനുഷ്യൻ അറിയണില്ല. ആകെ ഒരു ഇൻസിഡന്റ് ഉണ്ടായത് ഇത്രയും വർഷങ്ങൾക്ക് ഇടയിൽ ആ ഒരു സംഭവം. അതും കൊറോണയുടെ ഒരു ഒറ്റ പ്രശ്നം കൊണ്ടാണ്. കൊറോണ ആയതുകൊണ്ട് അവിടെ ആ പരിസരത്ത് ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വിമ്മിങ് പഠിപ്പിച്ച് കണ്ടാണ് കുട്ടികളെ പഠിപ്പിച്ച് ഒരു രക്ഷാകവചമാണ്. ഇത് സ്വിമ്മിങ് പഠിക്കാന്ന് പറഞ്ഞാൽ രക്ഷാകവചമാണ്. ആ ഒരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ ഈ ക്ലബ്ബ് എടുക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ഈ ക്ലബ്ബിൻ്റെ മെമ്പറാവാനും
ഇതിൻ്റെ കൂടെ സഹായിക്കാനായിട്ട് വന്നേക്കുന്നത്. ഈ കുട്ടികളൊക്കെ തന്നെ സ്കൂളുകളിൽ മത്സരത്തിനായിട്ട് വന്നേക്കുന്ന പിള്ളേരാണ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പല സമയത്തും നമുക്ക് ഇപ്പോൾ ഈ വേനലാകുന്ന ഇതിനകത്ത് വെള്ളം ഉണ്ടാവില്ല, കടലിൽ പഠിപ്പിക്കാൻ പറ്റില്ല, കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമുക്കൊരു സ്വിമ്മിംഗ് പൂള് വേണമെന്ന് നമ്മൾ MLA-നോട് പല ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്കൊരു പിടിയില്ല. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ ഇത്ര ആൾക്കാരുള്ള കാരണം നമുക്ക് വേണമെങ്കിൽ ഈസിയായിട്ട് ചെയ്യാവുന്നതാണ്. പല സ്ഥലങ്ങളിലും സ്വിമ്മിങ് പഠിപ്പിക്കുന്ന പൂളായിരിക്കില്ല, ഒരു പോണ്ട് പോലെ കെട്ടിയെടുക്കും, അതിൽ മോട്ടറിൽ വെള്ളം അടിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ മോൻ പഠിപ്പിക്കാൻ പോകണ്ട. അത് ഈ വെറുതെ ഇങ്ങനെ ഒരു പോണ്ട് പോലെ കെട്ടിയിട്ട് ഡെയിലി മോട്ടറിൽ വെള്ളം അടിച്ചിട്ട് അതിൻ്റെ അകത്താണ് കുട്ടികൾ പഠിക്കുന്നത്. അത് കട്ടപ്പനയിലാണ്. അവിടെയൊക്കെ പഠിപ്പിക്കാനും പഠിക്കാനും ആൾക്കാർ തയ്യാറായിട്ട് വരികയാണ്. അവർക്ക് അതിൻ്റെ സാധ്യതകൾ അറിയാം. കട്ടപ്പനയിൽ ഇടുക്കിയിൽ എന്നൊക്കെ പറഞ്ഞാൽ സ്പോർട്സായിട്ട് ബന്ധപ്പെട്ട് കണ്ടവൻ ആൾക്കാരുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഈ സ്പോർട്സ് അല്ല, സ്വിമ്മിങ് അല്ല, വേറെ പല സ്പോർട്സിലൂടെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് വന്നേക്കുന്ന ആൾക്കാരാണ്. അവർക്കറിയാം ഇതിൻ്റെ ഗുണങ്ങൾ. അതുപോലെ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇവിടെ ഒരൊറ്റ അത്ലറ്റിക് സ്റ്റേഡിയോ അല്ലെങ്കിൽ അത്ലറ്റിക്കായിട്ട് ബന്ധപ്പെട്ട് ഒരു തരം പരിപാടികളും ഇവിടെ ഇല്ല. ആകെയുള്ളത് നമുക്ക് വോളിബോളാണ്. നമ്മുടെ കുട്ടികൾ സ്പോർട്സിലേക്ക് വരാനായിട്ടുള്ള ഇപ്പോൾ മൂക്കുന്നം, കൊട്ടുപള്ളിക്കാട്, SMHS ഇവിടെ കുറേ കുട്ടികൾ വോളിബോൾ അല്ലാതെ ഈ സ്പോർട്സ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഒരവസരവും ഇല്ല. ഈ നമ്മുടെ നെപ്റ്റ്യൂണിലെ സാറിനായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ആ സാറിന് കാര്യം പറഞ്ഞു. അവരും നമ്മളായിട്ടൊക്കെ സഹകരിച്ച് അവിടെ ബീച്ചിൽ ഞങ്ങൾ നീന്താൻ പോകും. അവരായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ അടിപൊളിയായിട്ട് ആദ്യത്തെ പരിപാടിയാണത്. നമ്മളവിടെ ഉദ്ഘാടനം അവിടെ റാലി പോലെ വന്ന് ഇവിടെ കുളത്തിൽ വന്നിട്ട് ഇവിടെ അതിൻ്റെ ഇവിടുത്തെ MLA ഉണ്ടായിരുന്നില്ല, ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നെ നമ്മുടെ അസോസിയേഷൻ കുഞ്ഞുമോൻ സാറുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര കണ്ടമാനം പിള്ളേരെ ഈ സ്വിമ്മിങ്ങിലൂടെ രക്ഷപ്പെടുത്തിയേക്കുന്ന ആളാണ്. ഇവർക്കൊക്കെ അറിയാം, ഈ ഗണേശനൊക്കെ അറിയാം പുള്ളി. ആ പുള്ളി ഉണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ട് പക്ഷേ അന്നത്തെ ആ പരിപാടി ഗംഭീരമായിരുന്നു. അതനുസരിച്ച് നമ്മൾ കണ്ടമാനം കുട്ടികളെ ഫിനാൻസ് സാറിൻ്റെ ഇതിൽ നമ്മൾ കണ്ടമാനം കുട്ടികളെ പഠിപ്പിച്ച് കുട്ടികൾ പലവരും ഇവരൊക്കെ ഈ പിള്ളേരൊക്കെ ആദ്യത്തെ ബാച്ചിലുള്ളതാണ്. അവരൊക്കെ മത്സരങ്ങൾക്ക് പങ്കെടുത്തു, മെഡലും സ്റ്റേറ്റിലൊക്കെ പങ്കെടുത്തവരാണ്. അവർ ഇങ്ങനെ ഒരു നമ്മുടെ ഈ SMHS സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുട്ടികൾ ഈ സ്വിമ്മിങ്ങിന് മത്സരിക്കുന്നത്. അതുപോലെ ഈ വർഷം നമ്മൾ കോൺവെൻറ്റിലെ ഈ രണ്ട് പിള്ളേരൊക്കെ അര സ്കൂളിൽ നിന്ന് പങ്കെടുത്ത്, കോൺവെൻറ്റ് സ്കൂളിൽ നിന്ന് പങ്കെടുത്ത്, രാമവർമ്മയിൽ നിന്ന് പങ്കെടുത്തു. അങ്ങനെ ആദ്യമായിട്ട് നമ്മളെ കുട്ടികളെ സ്വിമ്മിങ് മത്സരം എന്താണെന്ന് സ്കൂളുകൾക്ക് വരെ അറിയില്ല. ഇങ്ങനെ സെൻറ് മേരീസ് പങ്കെടുത്തില്ല, സ്കൂളുകൾക്ക് വരെ സ്വിമ്മിങ് മത്സരം ഉണ്ടാകുന്ന തന്നെ അറിയില്ല. ആ ഒരു ബോധവൽക്കരണത്തിലൂടെ നമ്മൾ കണ്ടവാനം കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച്, പിന്നെ സ്വിമ്മിങ് മത്സരത്തിൽ പങ്കെടുക്കൽ മാത്രമല്ല, നമ്മൾ ആ കുളത്തിൽ പഠിപ്പിച്ച കണ്ടമാനം കുട്ടികൾ അവരാ സ്വയം പര്യാപ്തത, എവിടെയെങ്കിലും പോയി വെള്ളത്തിൽ പെട്ടാൽ രക്ഷപ്പെടാനായിട്ടുള്ള ആ ഒരു സാധ്യത ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അതൊരു വലിയൊരു സഹായം.